പിണക്കങ്ങൾ എത്ര വലുതാണെങ്കിലും ഒരിക്കലും തനിച്ചാക്കി അകലില്ല എന്ന വിശ്വാസം രണ്ടാൾക്കുമുണ്ടെങ്കിൽ ആ ബന്ധം എന്നും ഉണ്ടാകും, ഒരു വിള്ളലുമില്ലാതെ. എന്തു പറ്റി എന്ന് ചോദിക്കാൻ ആളുണ്ടാകുക, ചോദിച്ചാൽ ഒന്നും മറച്ചു വയ്ക്കാതെ ഉത്തരം പറയാനുള്ള മനസ്സുണ്ടാകുക, അതല്ലേ യഥാർത്ഥ സ്നേഹം. എല്ലാം പറയാൻ ഒരു ആളുണ്ടെങ്കിൽ അത് ഒരു ഭാഗ്യം തന്നെയാണ്. ചുമ്മാ ഒരാളല്ല, പേരിനൊരാളല്ല, നമ്മെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ. നീ എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവരോട് അടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് സംശയം കൊണ്ടല്ല, നീ എന്റേത് മാത്രമാണ്, അത്രമേൽ എൻ്റെ ഹൃദയം വിശ്വസിച്ചു പോയതുകൊണ്ടാണ്. നിന്നോളം ഒരു വസന്തവും എന്നിൽ പൂവിട്ടിട്ടില്ല, നിന്നോളം ഒരു മഴയും എന്നിൽ പെയ്തിറങ്ങിയിട്ടില്ല, നിന്നോളം ഒരു വേനലും എന്നിൽ ചൂടേൽപ്പിച്ചിട്ടില്ല. ഭ്രാന്താണ് എനിക്ക് നിന്നോട്, ഒരിക്കലും ഒരു മരുന്നിനും സുഖപ്പെടുത്താൻ കഴിയാത്ത ഭ്രാന്ത്, നിന്റെ സ്നേഹം കൊണ്ട് മാത്രം ഭേദമാകുന്ന പ്രണയമെന്ന ഭ്രാന്ത്. എന്റെ സന്തോഷങ്ങൾക്കായി നീ മാറ്റിവെക്കുന്നത് നിന്റെ സമയമാണ്. എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതും അതാണ്. ഇഷ്ടപ്പെടുന്ന ആളെ വിളിച്ചു ശല്യം ചെയ്യുമ്പോൾ എത്ര വഴക്ക് കേട്ടാലും പിന്നെയും പിന്നെയും അത് തന്നെ ചെയ്യും. വസന്തം പൂത്തു നിൽക്കുന്ന നിലാവുള്ള രാവിനേക്കാൾ എനിക്കിഷ്ടം എന്റെ മനസ്സിലേക്ക് പ്രണയത്തിന്റെ പൂക്കൾ വിരിയിക്കുന്ന നിന്നെയാണ്. വിട്ടുപോകാനും കഴിയില്ല, വിട്ടുകൊടുക്കാനും കഴിയില്ല. സ്വന്തമാവില്ല എന്നറിഞ്ഞും സ്നേഹിച്ചു കൊണ്ടിരിക്കും, എത്ര സ്നേഹിച്ചാലും മതി വരാതെ. തനിച്ചാണെന്ന് തോന്നൽ വേണ്ട, തുടിക്കുന്ന ഹൃദയത്തിലെ സ്നേഹമുള്ള ആ മനസ്സ് എനിക്കറിയാം. കൂടെയുണ്ടാകും ഞാനെന്നും, എപ്പോഴും നിന്റെ നിഴലായി, നീ ആട്ടി അകറ്റും വരെ. സ്നേഹം ഒരു തമാശ മാത്രമായി കാണുന്നവർക്ക് ഒരാളെ സ്നേഹിക്കുവാനും ഉപേക്ഷിക്കുവാനും വളരെ നിസ്സാരമാണ്. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി മരണം വരെ നീറിയൊടുങ്ങാൻ. തിരക്കൊഴിയുമ്പോൾ നൽകാനായി മാറ്റിവെക്കുന്ന കരുതൽ ആകരുത്, ഏത് തിരക്കിലും ചേർത്ത് നിർത്തുന്ന പരിഗണന ആകണം സ്നേഹം. കൂടെയുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുക എന്നതാണ് ഇക്കാലത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം. നിന്നോട് എനിക്കുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് ഒരു 100 വാക്കുകളോ 10,000 വാക്കുകൾ കൊണ്ടോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും ഇഷ്ടമാണ് നിന്നെ എനിക്ക്.